നമസ്കാരം. റഷ്യയുമായി ഇപ്പോൾ ചേർന്ന് നിൽക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഒരു ഘട്ടത്തിൽ റഷ്യയെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനവും ട്രംപ് എടുത്തിരുന്നു. ഇതിന് പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ അതിലേക്ക് യുക്രൈനെ വലിച്ചിട്ടത് എന്തിനാണ്? റഷ്യ യുക്രൈനെ ആക്രമിച്ചതിന് പിന്നിൽ ഈ യുക്രൈൻ്റെ അതിർത്തിയിൽ നാറ്റോയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും എന്നുള്ള കാര്യം, അതായത് യുക്രൈൻ നാറ്റോയിൽ ചേർന്നെങ്കിലോ എന്നൊക്കെയുള്ള ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. എന്നാൽ യുക്രൈനെ ഇതിലേക്ക് വലിച്ചിടുകയും റഷ്യയെ കൊണ്ട് ആക്രമിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നിലപാട്, ആക്രമിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്ത നിലപാട് അമേരിക്ക മുമ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അതിന് അമേരിക്കയുടെ ഒരു വ്യക്തിപരമായ താല്പര്യം, അമേരിക്കയെ സംബന്ധിച്ച് എല്ലാം വ്യക്തിപരമായിട്ടുള്ള താല്പര്യം, എല്ലാം കച്ചവട മനോഭാവം, ഇതൊക്കെ തന്നെയാണ് നമുക്കറിയാം. ഇപ്പോൾ ട്രംപ് പോലും ഇത് കിടന്ന് കാണിക്കുന്നത് എന്ന് പറയുന്നത് ട്രംപിന് മുമ്പിരുന്ന ആളുകൾക്ക് കൂടി ചേർന്നുകൊണ്ട്, അന്നത്തെ പ്രസിഡന്റ് ആയിക്കോട്ടെ, അന്നത്തെ ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആരുമായിക്കോട്ടെ, ഇതെല്ലാം ചേർന്നുകൊണ്ട് നടപ്പാക്കാൻ പോയ ചില കാര്യങ്ങളുണ്ട്. അതായത് അമേരിക്കയ്ക്ക് എന്നും സർവാധിപത്യം വേണം. അമേരിക്കയുടെ ഡോളർ എന്ന് പറയുന്നതിലായിരിക്കണം എല്ലാവരും വിനിമയം നടത്തേണ്ടത്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് ആരെങ്കിലും വലിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ അമേരിക്ക ഇടങ്കോലിടും. അവിടെ അമേരിക്ക ആ പറയുന്ന ആഷ് പോഷൊക്കെ മാറ്റി വെച്ചിട്ട് തനി കൂതറയായിട്ട് എല്ലാവരോടും ഇടപെടും. അതായത് ചിലരെ കണ്ടിട്ടില്ലേ, അവിടെ നിന്ന് ഇവിടെ നിന്നും വലിപ്പിക്കുക, അതുകൊണ്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് കത്തിക്കും, തിരിമരുന്നൊക്കെ ഇട്ട് കൊടുക്കും, മൂപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കും, എന്നിട്ട് കത്തിച്ചു കഴിഞ്ഞിട്ട് മാറി നിന്ന് കൈയടിക്കുക, അയ്യടാ എന്ത് രസം കത്തുന്നത് കാണാൻ എന്ന് പറയും. അപ്പോൾ ഇവരുടെ കാര്യം നടന്നിട്ടുണ്ടാകും. ഇവർ തമ്മിൽ അടിച്ചാലും ചത്താലും ആർക്കും ഒരു പ്രശ്നവും ഇല്ലതാനും. ഇവർക്ക് എങ്ങനെ പ്രശ്നമുണ്ട്, ഇവരുടെ കാര്യമാണല്ലോ നടക്കേണ്ടത്. ആ ഒരു മനോഭാവം അമേരിക്കയ്ക്ക് എന്നുമുണ്ട്. അമേരിക്ക പല രാജ്യങ്ങളോടും പെരുമാറുന്നത് അവരുടെ ഒരു വികസനവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചാണ്. ഈ വർണ്ണവിവേചനം എന്നൊക്കെ പറയുന്നത് പല സ്റ്റാൻഡേർഡിൽ നിർത്തിയിട്ടാണ് ഓരോ രാജ്യങ്ങളോടും അമേരിക്ക ഇടപെടുന്നത്. അത് സായിപ്പിൻ്റെ രക്തത്തിലുള്ളതാണ്. ആ ഒരു വികാരം ഇപ്പോഴും തുടർന്നു കൊണ്ടുപോരുന്നു എന്നുള്ളത് മാത്രമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് യുക്രൈനിലെ നാറ്റോ സാന്നിധ്യമാണ്. ഈ നാറ്റോ സാന്നിധ്യവും യുക്രൈനുമായിട്ടുള്ള തമ്മിലടിയും ഉണ്ടാക്കിയത് എന്താണ്, ആരാണ്? അതും അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് അതിന് പിന്നിൽ ചില വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലേക്കോ സൈനിക നടപടികളിലേക്കൊക്കെ റഷ്യയും യുക്രൈനും കടക്കുന്നത് പോലും. അതായത് റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഒരു പൈപ്പ് ലൈൻ ഉണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം? റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഒരു വാതക പൈപ്പ് ലൈൻ ഉണ്ട്. അതായത് ഹൈഡ്രജൻ വിതരണത്തിന് വേണ്ടിയിട്ട് ബാൾട്ടിക് കടൽ വഴി റഷ്യയെയും ജർമ്മനിയെയും ബന്ധിപ്പിക്കുന്ന വാതക പൈപ്പ് ലൈനാണിത്. നോർഡ് സ്ട്രീം 2 എന്നാണ് ഇതിൻ്റെ ഈ പൈപ്പ് ലൈനിൻ്റെ പേര്. അപ്പം നോർഡ് സ്ട്രീം 1 ഉണ്ട് കേട്ടോ, 1ഉം 2ഉമാണ്. നോർഡ് സ്ട്രീം 1ഉം 2ഉം ഉണ്ട്. അപ്പം ഈ ഒരു വാതക പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ അമേരിക്കയുടെ ചൊറിച്ചിൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പൈപ്പ് ലൈൻ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഡയറക്റ്റായിട്ട് വാതകം സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായും ഈ രാജ്യങ്ങൾ തമ്മിൽ അടുക്കുകയും ഡോളറിൽ നിന്ന് ഒരു പക്ഷേ ഈ വിനിമയം മാറാനുള്ള സാധ്യതകളും അതിൽ ഉണ്ടാകും. അപ്പോൾ ഡോളറിൻ്റെ വില, അതായത് ഡോളർ കുത്തനെ ഇടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഡോളർ കുത്തനെ ഇടിയുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് ഒരിക്കലും അമേരിക്കയെ സംബന്ധിച്ച് സഹിക്കാനോ പൊറുക്കാനോ കഴിയാത്ത കാര്യമാണ്. അതിന് ഇവർ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് റഷ്യ യുക്രൈൻ യുദ്ധം. അപ്പോൾ സ്വാഭാവികമായും ഒരു യുദ്ധം വരുമ്പോൾ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ കിടക്കും. അപ്പോൾ ആ കിടക്കുന്ന സമയത്തിന് ബാക്കി കാര്യങ്ങൾ ഇവർക്ക് ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്യാം. അതാണ് ഈ അമേരിക്കയുടെ ഉള്ളിലുള്ള കുരുട്ടുബുദ്ധി എന്ന് പറയുന്നത്. ആ കുരുട്ടുബുദ്ധിയാണ് ഇവരിവിടെ പ്രതീക്ഷിച്ചതും. അപ്പോൾ ഈ ഡോളറിൻ്റെ വില താഴ്ന്ന കാര്യം വരുമ്പോഴേക്കും റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തണം. ഏർപ്പെടുത്തണമെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏതെങ്കിലും ഒരു കാര്യം അത്തരത്തിൽ ഉണ്ടാകണം. അതിനാണ് മനഃപൂർവ്വമായിട്ട് തന്നെ നാറ്റോയിലേക്ക് അംഗത്വം തരാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് വശീകരിക്കുക എന്ന് പറയില്ല, അതേപോലെ വശീകരിച്ച് യുക്രൈനെ കൊണ്ടുവന്ന് എത്തിച്ചത്. നാറ്റോ അംഗത്വമൊക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുവഴി
അത് എന്തായാലും നാറ്റോയുടെ ഒരു സാന്നിധ്യം അവിടെ വരുന്നത് റഷ്യ ഒരിക്കലും സഹിക്കില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അത് മുതലാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ ഒരു കാര്യം, ഈ കുരുട്ടുബുദ്ധി പ്രവർത്തിപ്പിച്ചതും. അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ യുക്രൈനും ഈ പറയുന്ന റഷ്യയും തമ്മിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാതക പൈപ്പ് ലൈൻ ഉണ്ടാകുന്നത് ഈ പറയുന്ന ഹൈഡ്രജൻ വിതരണത്തിനായിട്ട് ബാൾട്ടിക് കടൽ വഴി റഷ്യയും ജർമ്മനിയും ബന്ധിപ്പിക്കുന്നതാണ്. ഈ പൈപ്പ് ലൈനിന്റെ ഭാഗങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ജർമ്മൻ സർക്കാരും വ്യവസായ പങ്കാളികളും വളരെ ആശങ്കയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ 2 പൈപ്പുകൾ അടങ്ങിയിട്ടുള്ള നോർഡ് സ്ട്രീം 1, അതായത് NS1, നോർഡ് സ്ട്രീം 2, NS2 എന്നിവ റഷ്യയുടെ സർക്കാർ നിയന്ത്രിത ഗാസ്പ്രോം എന്ന് പറയുന്നത് നിർമ്മിച്ചിട്ടുള്ളതാണ്. പുതിയ ടാബ് തുറക്കുകയാണ് ബാൾട്ടിക് കടലിന് കുറുകെ ജർമ്മനിയിലേക്ക് പ്രതിവർഷം 110 ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഏകദേശം 1200 കിലോമീറ്റർ, അതായത് ഏതാണ്ട് 750 മൈൽ നീളവും 1 മീറ്ററിൽ കൂടുതൽ വ്യാസവുമുള്ള 4 കോൺക്രീറ്റ് പൂശിയ സ്റ്റീൽ പൈപ്പ് ലൈനുകൾ ഏകദേശം 80 മുതൽ 110 മീറ്റർ ആഴത്തിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. NS2 പൈപ്പ് ലൈനിന്റെ ഒരു സ്ട്രിങ് കേടുകൂടാതെ ഇരിക്കുന്നുണ്ട്. NS1 2012 പ്രവർത്തനക്ഷമമായത്. NS2 2021 സെപ്റ്റംബറിൽ പൂർത്തീകരിച്ച് ഗ്യാസ് നിറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കമ്മീഷൻ ചെയ്തിട്ടില്ല. ഇതിൽ ചോർച്ചകൾ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം കൂടി വരുന്നുണ്ട്. അതും നമ്മൾ വളരെ സംശയാസ്പദമായിട്ട് തന്നെ കാണുകയും ചെയ്യേണ്ടതുണ്ട്. റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഏറ്റവും വലിയ വാതക പൈപ്പ് ലൈനാണ് നോർഡ് സ്ട്രീം 1 എന്ന് പറയുന്ന NS1. നിരവധി ചോർച്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇത് അനിശ്ചിതമായി അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സമാന്തര പൈപ്പ് ലൈനായിട്ടുള്ള നോർഡ് സ്ട്രീം 2 ഉണ്ട്. അപ്പോൾ അതിലൂടെ അതിലൊക്കെ വിഷയം വന്നിട്ട് ഈ ചോർച്ചകൾ ഉണ്ടാക്കിയത് മനഃപൂർവ്വമാണ് എന്നുള്ളത് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പറയുന്നുണ്ട്. അതായത് റഷ്യ മനഃപൂർവ്വം പക്ഷെ അത് ആരാണ് സത്യത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സംശയാസ്പദമാണ്. അമേരിക്ക എന്തുകൊണ്ട് അത്തരത്തിലൊരു കാര്യം ചെയ്തുകൂടാ? ഈ ഒരു പൈപ്പ് ലൈൻ വഴി വാതക വിതരണം കൃത്യമായി നടന്നിട്ടുണ്ടെങ്കിൽ അമേരിക്കയെ ബാധിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇത് ചെയ്യാം. അമേരിക്ക ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. നമ്പാൻ കൊള്ളില്ലാത്ത രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൂടെ നിന്ന് വെട്ടും. ഇതാണ് അമേരിക്കയുടെ നിലപാട് എന്ന് പറയുന്നത്. നമ്മൾ ലൂസിഫറിലൊക്കെ പറയുന്നത് പോലെ ട്രെയിൻ വരുന്ന സമയത്ത് റെയിൽ പാളത്തിലൂടെ നടക്കുക, ട്രെയിൻ വരുന്ന സമയത്ത് മെല്ലെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് അമേരിക്കയുടെ പ്രവൃത്തിയും കാര്യങ്ങളുമെല്ലാം. പല തവണ അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത രാജ്യമാണെന്ന് അത് ആര് ഭരിച്ചാലും അമേരിക്കയുടെ നിലപാട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് പല കാര്യങ്ങളിലൂടെയും തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ നോർഡ് സ്ട്രീം എന്ന് പറയുന്ന പ്രകൃതിവാതക പൈപ്പ് ലൈൻ, ഹൈഡ്രജനൊക്കെ വിതരണം ചെയ്യുന്ന ഈ പൈപ്പ് ലൈനിൽ കേടുപാടുണ്ടായി അത് അടച്ചിടേണ്ട ഒരു അവസ്ഥ ഈ യുക്രൈൻ ഏറ്റുമുട്ടലിന് മുമ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നും പ്രതിക്കൂട്ടിലായത് റഷ്യയാണ്. റഷ്യയെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? അത് അമേരിക്കയുടെ ആവശ്യമാണ്. അപ്പോൾ റഷ്യ മനഃപൂർവ്വമായിട്ട് അവർക്ക് നേട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ നല്ലൊരു ചുവടുവെപ്പായി കരുതുന്ന ഒരു പൈപ്പ് ലൈൻ അവർ പോയി നശിപ്പിച്ച് കളയുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവർക്ക് നേട്ടമുണ്ടാകുന്ന അവരുടെ കച്ചവടങ്ങൾ നടത്തുന്ന നല്ല രീതിയിൽ കച്ചവടം നടത്താൻ കഴിയുന്ന ഒരു കാര്യം, ആ കാര്യത്തിൽ ഒരിക്കലും റഷ്യ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അവിടെ എന്തുകൊണ്ട് റഷ്യയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിഞ്ഞു? അതിന് പിന്നിൽ ആരാണ്? ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂട്ടി ആലോചിച്ച് നോക്കൂ. ഈ വാതക പൈപ്പ് ലൈൻ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് നാറ്റോയിലേക്ക് യുക്രൈനെ നേരത്തെ പറഞ്ഞ പോലെ വശീകരിച്ച് കൊണ്ടുവരികയും തമ്മിലടുപ്പിക്കുകയും ചെയ്തത്. ഈ ചെയ്ത വിഷയമാണ്, അതിൻ്റെ മുന്നേ നടന്ന വിഷയമാണ്. ഈ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ നടന്നിട്ടുള്ളതാണ്. ഈ പൈപ്പ് ലൈൻ നശിപ്പിക്കുക, കേടുപാട് ഉണ്ടായി, ചോർച്ചയുണ്ടായി, അത് അടച്ചുപൂട്ടേണ്ട അവസ്ഥ ഉണ്ടാക്കുക, ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരുപക്ഷെ അമേരിക്ക ആയിക്കൂടെ? നമുക്ക് അറിയില്ല. മേ ബി ആയിരിക്കാം. നമുക്ക് സംശയം പറയുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇതുവരെയുള്ള അമേരിക്കയുടെ നിലപാടുകളെല്ലാം ഇത് തന്നെയാണ്. ഇപ്പോൾ അമേരിക്ക പുടിനുമായി ഒരുപക്ഷെ ചേർന്ന് പോകാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? തമ്മിലടിച്ചു പോയി കഴിഞ്ഞാൽ നേട്ടമുണ്ടാവില്ല എന്നുകൂടി കരുതിക്കൊണ്ടായിക്കൂടെ? അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല.
ഇപ്പോൾ അമേരിക്കയുടെ നിലപാടിനിടെ സ്വിറ്റ്സർലാൻഡോ ആയിക്കോട്ടെ, ഡെൻമാർക്ക് ആയിക്കോട്ടെ, അങ്ങനെ പല രാജ്യങ്ങളുമൊക്കെ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. അമേരിക്കയോട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ എല്ലാം ഭാഗമാണ്. കാരണം അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മാത്രം കാര്യങ്ങളാണ്. സഖ്യരാഷ്ട്രങ്ങളെല്ലാം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം അമേരിക്ക മനസ്സിലാക്കാൻ വൈകുന്നു ആണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു വാതക പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അമേരിക്കയെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള കുരുട്ടുബുദ്ധികൾ പ്രയോഗിക്കാനുള്ള കാരണമായി തീർന്നത്.